അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ കലിമാത്തുൽ അറബി, അതായത് എലിമെന്റ്സ് ഓഫ് അറബിക് ലാംഗ്വേജിലെ മൂന്നാമത്തെ ബ്ലോക്ക് കലിമാത്തുൽ അറബിയയിലെ ഹർഫ് എന്ന ഭാഗമാണ്. ഹർഫ് എന്ന ഭാഗത്തിലെ ഹുറൂഫുൽ ജസ്മാണ് ഇന്നത്തെ വീഡിയോ. ഹുറൂഫുൽ ജസ്മ, ഹുറൂഫുൽ നാസിബ, ഹുറൂഫുൽ നാസിഖ, അതുപോലെ ഹുറൂഫുൽ ജർ, അങ്ങനെ പല പല വിധത്തിലുണ്ട്. അതിലെ ഹുറൂഫുൽ ജസ്മ എന്ന ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. 9-ാം തീയതിയാണ് പരീക്ഷ. ഹുറൂഫുൽ ജസ്മ: ലം, ലമ്മ, ലാമുൽ അംറ്, ലാ, അന്നാഹിയ, തുജ്സമു ഫിഅലൻ വാഹിദ്. അപ്പോ ജസ്മിന്റെ ഹുറൂഫ്, ഇവിടെ ഹർഫുകള് എന്നുള്ള ഈ ലെസണില് ഹുറൂഫുൽ ജസ്മ ഉണ്ട്, ഹുറൂഫുൽ നസ്ബ് ഉണ്ട്, ഹുറൂഫുൽ ജർ ഉണ്ട്, ഹുറൂഫുൽ അത്ഫ് ഉണ്ട്, ഹുറൂഫുൽ ഇസ്തിഫാം ഉണ്ട്, ഹുറൂഫുൽ നാസിഖ ഉണ്ട്. ഇതെല്ലാം കൂടിയതാണ് നമ്മുടെ ഹർഫ് എന്നുള്ള ഈ ബ്ലോക്ക്. അൽ കലിമാത്തുൽ അറബിയയിലെ ബ്ലോക്ക് 3 അൽ ഹർഫ് എന്നുള്ള ഈ ബ്ലോക്ക്, ഇത്രയും ഇത് എല്ലതും കൂടിയതാണ്. ഇത് മുഴുവൻ അത് ഞാൻ എല്ലതും കൂടിയുണ്ട് എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. നമുക്ക് ഓരോ യൂണിറ്റ് ഇതെല്ലാം ഓരോ യൂണിറ്റുകളാണ്. ഇതെല്ലാം ഓരോ യൂണിറ്റ് ആയിട്ട് ഇനി അടുത്ത വീഡിയോകളിൽ ഉണ്ടാവും. ഇപ്പോ ഈ വീഡിയോയില് ഹുറൂഫുൽ ജസ്മ, ഈ ആദ്യത്തെ ഇത് മാത്രമേ പറയൂ, അല്ലെങ്കിൽ വീഡിയോ 5-6 മണിക്കൂർ ദീർഘമുള്ളതായിരിക്കും. അപ്പൊ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഈ ഒരു പോർഷൻ മാത്രമേ ഇന്ന് കവർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത് ഹുറൂഫുൽ ജസ്മ: ലം, ലമ്മ, ലാമുൽ അംറ്, ലാ, അന്നാഹിയ. ഇതൊക്കെ മുളാരിയായ ഫിയലിനെ ജസ്മി എന്നാണ്. മുളാരിയായ ഫിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് യഫ്അലു, അത് ലമ്മ് കടന്നാൽ ലം യഫ്അൽ എന്നാവും, അവസാനത്തിന് സുക്കൂനായിരിക്കും. അതാണ് അവിടെ ജസ്മ. ഇനി ജസ്മി എന്ന മറ്റു പല മാർഗങ്ങളുണ്ട്, അത് പിന്നെ വിശദീകരിക്കും. ലമ്മ യഫ്അൽ, ലാമുൽ അംറ് ലി യഫ്അൽ, ലാ നാഹിയ ലാ തഫ്അൽ, ഇങ്ങനെയാണ് അത്. അപ്പോ ഇത് ഒരു ഫിഅലിന് മാത്രം ജസ്മി എന്ന ഹർഫുകളാണ് ലം, ലമ്മ, ലാമുൽ അംറ്, ലാ നാഹിയ. ഇനി അതിൽ പെട്ട തന്നെ 2 ഫിഅലുകൾക്ക് ജസ്മി എന്ന ഹർഫുകളാണ് ഇൻ, മൻ, മാ, മഹ്മ, മത്ത, ഐന, ഹൈസുമ. തുജ്സമു ഫിഅലൈനി, 2 ഫിഅലുകൾക്ക് ജസ്മി ചെയ്യും. അത് ഷർത്താണ്. ഇത് ഈ ഇൻ തഫ്അൽ, ഇൻ തക്സിബ്, അല്ലെങ്കിൽ ഇൻ തഫ്അൽ തക്സിബ്, ഇൻ തജ്തഹിദ് തക്സിബ്, ഇൻ തജ്തഹിദ് തൻജഹ് എന്നുള്ള അങ്ങനെയാണ് അത് വരുന്നത്. ഇൻ തജ്തഹിദ്, നീ പരിശ്രമിച്ചാൽ, തൻജഹ്, നീ വിജയിക്കും. അങ്ങനെ 2 ഫീലുകൾക്ക് ജസ്മി എന്ന ഹർഫുകളാണ് ഇത്. ഇതില് ഇത്രയും. ഇനി അടുത്തത് ഹുറൂഫുൽ നസ്ബാണ്. ഹുറൂഫുൽ നസ്ബ് ഈ മുളാരിയായ ഫീലുകൾക്ക് നസ്ബ് ചെയ്യുന്ന. ഇപ്പൊ യഫ്അലു എന്നാണ് ശരിക്കുള്ള മുളാരിയായ ഫീലിന്റെ യഫ്അലു ആണ്. അത് ഈ അൻ, ലൻ, കൈ, ഇദൻ, ഈ 4 ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അതിന്റെ മുന്നിൽ വന്നാൽ അതിനെ നസ്ബിയും. ഉദാഹരണത്തിന് അൻ യഫ്അല, യഫ്അലു എന്നുള്ള ഫിഅല് അൻ യഫ്അല എന്നാവും, ലൻ യഫ്അല എന്നാവും, കൈ യഫ്അല എന്നാവും, ഇദൻ യഫ്അല, അങ്ങനെ ആയിരിക്കും. ഇനി ഹുറൂഫുൽ ജർ. ഹുറൂഫുൽ ജർ 20 ഹർഫുകളുണ്ട്. ഹുറൂഫുൽ ജർ ഇത്രയും ഹുറൂഫുൽ ജർ. ഇത് മുദാരിയായ ഫിയലിനല്ല ജർ ചെയ്യുക, ഇസ്മുകൾക്കാണ് ജർ ചെയ്യുക. ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു ഹർഫ് ഒരു ഇസ്മിന്റെ മുന്നിൽ വന്നാൽ ആ ഇസ്മിന്റെ അവസാനത്തില് കസറായിരിക്കും കൊടുക്കുക.
കെസർ എന്ന് പറഞ്ഞാല് അത് ഒരു കെസർ ഒരു ജെറ് എന്ന ഒരു 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 വിധാണ്. അങ്ങനെ പല വിധത്തിലും ജെറ് ചെയ്യും, അതൊക്കെ പിന്നീട് പഠിക്കും. അപ്പോ ബി, ഉദാഹരണത്തിന് കലം, അൽ കലം എന്നുള്ള ഇസ്മിന്റെ മുന്നിൽ ബി വന്നാൽ ബിൽ കലം, ബിൽ കലമി എന്നായിരിക്കും. അതുപോലെ ബില്ലാഹി, ഫിൽ മൻസിലി, അങ്ങനെ ജെറ് ചെയ്യും. അപ്പൊ ഇതെല്ലാം വിശദമായിട്ട് അടുത്ത യൂണിറ്റുകളിൽ പഠിക്കും. ഞാനിപ്പോ ഇത് ഒരു മുഖവരായിട്ട് മാത്രം കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്തത് ഹുറൂഫുൽ അത്ഫാണ്. അത്ഫ് എന്ന് പറഞ്ഞാൽ കൺജങ്ഷൻ. ഒരു രണ്ട് വസ്തുവിനെ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് ഇസ്മുകളെ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് സെന്റൻസുകളെ തമ്മിലോ ഒക്കെ യോജിപ്പിക്കുന്ന ഹർഫുകളാണ് ഹുറൂഫുൽ അത്ഫ്. വാവ് ഒരു ഹർഫുൽ അത്ഫാണ്, ഫാ ഒരു ഹർഫ് അത്ഫാണ്, സുമ്മ, ഔ, അം, ലാക്കിൻ, ലാ, ബൽ, ഹത്ത, ഇതെല്ലാം ഹുറൂഫുൽ അത്ഫാണ്. ഇതെല്ലാം രണ്ട് ഇപ്പോ ഉദാഹരണത്തിന് വാവ്, വാവിന് അർത്ഥം ആൻഡ് എന്നുള്ള, ഇംഗ്ലീഷിലെ ആൻഡ് എന്നുള്ള അർത്ഥം കൊടുക്കാം. അതായത് അന റഅയ്തു അല്ലെങ്കിൽ റഅയ്തു ഫീലൻ, ഞാൻ ആനനെ കണ്ടു. വ അസദൻ, സിംഹത്തെയും കണ്ടു. അവിടെ വ, അപ്പൊ റഅയ്തുൽ ഫീല വൽ അസദ എന്നും പറയും. റഅയ്തുൽ ഫീല, ഞാൻ ആനയെ കണ്ടു, വൽ അസദ, സിംഹത്തെയും കണ്ടു. അപ്പൊ അങ്ങനെ യോജിപ്പിക്കാൻ വേണ്ടി വാവ് ഉപയോഗിക്കും. പിന്നെ ഹുറൂഫുൽ ഇസ്തിഫാം. ഇസ്തിഫാം എന്ന് പറഞ്ഞാല് ചോദിച്ചറിയുക എന്നുള്ള അർത്ഥമാണ് ഇസ്തിഫാമിന്റെ അർത്ഥം. ചോദിച്ച് മനസ്സിലാക്കുക എന്നൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് ഉപയോഗിക്കുന്ന ഹർഫുകളാണ് ഹൽ, ആ എന്നുള്ള ഈ രണ്ടെണ്ണം. ഹുറൂഫുൽ ഇസ്തിഫാം ഹല്ലും ഹൽ. ഹൽ തദ്ഹബു ഇലൽ ബൈത്തി, നീ വീട്ടിലേക്ക് പോവുകയാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്ന ഹർഫുകളാണ് ഹല്ലും ഇസ്തിഫാം, ഹംസ. പിന്നെ ഹുറൂഫുൽ നാസിഖ. ഹുറൂഫുൽ നാസിഖ അല്ലെങ്കിൽ ഇന്നാ വ അഖ്വാതുഹ അങ്ങനെയും പറയും. ഇന്ന, അന്ന, കഅന്ന, ലാകിന്ന, ലൈത, ലഅല്ല. ഇത്രയും 6 ഹർഫുകള് ഹുറൂഫുൻ നാസിഖ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ഹുറൂഫുൽ ജസ്മ ഒന്ന് വിശദമായിട്ട് പഠിക്കാം. അതാണ് ഹുറൂഫുൽ ജസ്മ. ഇവിടെ എന്താ പറഞ്ഞ, ഇത് പാഠപുസ്തകത്തിൽ പറയുന്ന അതേ തന്നെയാണ്. ഈ യൂണിറ്റ് പഠിച്ചാൽ ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കും എന്തൊക്കെ? അത്താറുഫ് അലാ ഹുറൂഫിൽ ജസ്മി, ഹുറൂഫുൽ ജസ്മിനെ പറ്റി മനസ്സിലാക്കാം. അയ്യഫമൽ അമലല്ലദീ തഖൂമു ബിഹി ഹുറൂഫുൽ ജസ്മി അലൽ ഫിഅലിൽ മുളാരി, മുളാരിയായ ഫിഅലിന്റെ മേൽ ഹുറൂഫുൽ ജസ്മ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാം. അയ്യഫമ മആനി ഹുറൂഫുൽ ജസ്മി, ഹുറൂഫുൽ ജസ്മിന്റെ ഹർഫുകളുടെ മാനകള്, അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഹുറൂഫുൽ ജസ്മ പല ഇപ്പോ നമ്മൾ പറഞ്ഞു. ഇവിടെ ഹുറൂഫുൽ ജസ്മ ലം, ലമ്മ, ലാമുൽ അംറ്, ലാ നാഹിയ, ഇൻ, മൻ, മൻ, ഇതെല്ലാം വെവ്വേറെ അർത്ഥങ്ങളാണ്. ലമ്മു വന്നാൽ ഒരർത്ഥം, ലമ്മ വന്നാൽ വേറൊരു അർത്ഥം, ലാമുൽ അംറിന് വേറൊരു അർത്ഥം. അപ്പൊ ഇതിന്റെ ഒക്കെ ഡിഫറെന്റ് മീനിങ്സ്, വ്യത്യസ്ത അർത്ഥങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അലിംന അന്നൽ കലിമാത്തുൽ അറബിയ്യ അലാ സലാസത്തി അൻവാഇൻ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കലിമാത്തുൽ അറബിയ്യ, അറബി വാക്കുകള്, അറബി സെന്റൻസ്, അറബി വാക്കുകളൊക്കെ സലാസത്തി അൻവാഇൻ 3 വിഭാഗമാണ്. അത് ഇസ്മ, ഫിഅല്, ഹർഫ്. ഇസ്മ, ഫിഅല്, ഹർഫ്, ഇങ്ങനെ 3
വിഭാഗമാണ് കലിമാത്തുൽ അറബിയ. വൽ ഹർഫു, ഹർഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇസ്മിനെ പറ്റിയും ഫിയലിനെ പറ്റിയും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വൽ ഹർഫു മാ ലാ യതിമ്മു മഅനാഹു ഇല്ലാ മഅ ഗൈരിഹി. ഹർഫ് എന്ന് പറഞ്ഞാൽ മാ ലാ യതിമ്മു മഅനാഹു, അതിന്റെ അർത്ഥം പൂർത്തിയാവുകയില്ല, ഇല്ലാ മഅ ഗൈരിഹി, മറ്റുള്ളതിനെ ആശ്രയിച്ചല്ലാതെ. വേറെ എന്തെങ്കിലും വേണം അതിന്റെ അർത്ഥം പൂർത്തിയാവണമെങ്കിൽ. മസലൻ ഉദാഹരണത്തിന് അല, ഫി, അൻ, മൻ, ഇതൊക്കെ ഹർഫുകളാണ്. ഈ അല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം ഒരർത്ഥം കിട്ടില്ല. ഒന്നുകിൽ അലത്താവില, മേശമേൽ, അലത്താവിലെത്തി, മേശമേൽ എന്നുള്ള ഒരു താവില അവിടെ വന്നാൽ മാത്രമേ ഈ അലക്ക് ഒരു ശരിയായിട്ടുള്ള ഒരു അർത്ഥം വരുള്ളൂ. അല്ലെങ്കിൽ ഫിൽ മൻസിലി, വീട്ടിൽ, ഫിൽ മൻസിലി, ഫി ഉപയോഗിക്കുമ്പോൾ അവിടെ ഫിൽ മൻസിലിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇസ്മ കൂടി വരണം, എന്നാൽ മാത്രമേ അതിന്റെ അർത്ഥം പൂർത്തിയാവും. ഇതിനകത്ത് അമ്മൽന, നമ്മള് ചിന്തിച്ചാൽ, ഫി ഹാദിഹിൽ കലിമാത്തി, ഈ വാക്കുകളില്, നജിദു, നമുക്ക് നമ്മള് കാണും, നമുക്ക് കരസ്ഥമാവും, അന്നഹ ലാ യസ്തഖില്ലു ബിനഫ്സിഹ, അതിന്റെ സ്വയമായിട്ട് അതിനൊരു നിലനിൽപ്പില്ല എന്ന് മനസ്സിലാവും. അങ്ങനെ ആകുമ്പോ ഫതസ്ലു ഇമ്മാ ഇലാ ഫിഅലിൻ, ഒന്നുകിൽ ഒരു ഫിഅലിലേക്ക് അത് ചേരണം, ഔ ഇലാ ഇസ്മിൻ, അല്ലെങ്കിൽ ഒരു ഇസ്മിലേക്ക് ചേരണം. വതഹദസു തഗയ്യുറൻ ഫിൽ കലിമത്തി, അങ്ങനെ ഏതിലേക്കാണോ ചേരുന്നതെങ്കിൽ അതിനൊരു മാറ്റം വരുത്തും ചെയ്യും ഈ ഹർഫ്. തഗയ്യുറൻ ഫിൽ കലിമത്തി, കലിമത്തില് ഒരു മാറ്റം വരുത്തും. ഉദാഹരണത്തിന് സെയ്ദുൻ, സെയ്ദൻ, സെയ്ദിൻ, ഇങ്ങനെ പല മാറ്റങ്ങളും. പിന്നെ യഫ്അലു, യഫ്അല, അങ്ങനെ മാറ്റങ്ങൾ വരുത്തും. അതൊക്കെയാണ് പറഞ്ഞത്. അല്ലത്തി തൽഹഖഹ മിൻ ഹൈസുൽ ഇഅ്റാബി വൽ മഅന. വനുനാഖിശു ഫി ഹാദിഹിൽ വഹദത്തി, ഈ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മജ്മുഅത്തുൻ മിനൽ ഹുറൂഫി, ഹർഫുകളുടെ التي تسبق الفعل المضارع فتغير معنى الفعل ومبناه. അതിന്റെ ഈ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ടോട്ടല് ഹർഫുകൾ, അല്ലത്തി തസ്ബിഖുൽ ഫിഅൽ മുളാരി, മുളാരിഅ ഫിഅലിന്റെ മുന്നിൽ വരുന്ന ഹർഫുകളെ പറ്റിയാണ്. അങ്ങനെ ആ മുളാരിഅ ഫിഅലുകൾക്ക് തഗയ്യറ മാനൽ ഫിഅലി മബനാഹു, അങ്ങനെ ആ ഫിഅലുകളുടെ മാനകൾക്കും അതിന്റെ ഇറാബുകൾക്കൊക്കെ വ്യത്യാസം വരുത്തും. അങ്ങനെയുള്ള ഹർഫുകളെ സംബന്ധിച്ചാണ് ഈ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യണം. ഹുറൂഫുൽ ജസ്മ നേരത്തെ പറഞ്ഞതാണ്. ഇല്ലൽ ലമ്മ ലാമുൽ അംറു ലാ നാഹിയ ഇൻ മാ മൻ മാ മഹ്മാ മത്താ ഐന ഹൈസു മാ. ഹുറൂഫുൽ ജസ്മ അദവാത്തുൽ ജസ്മ എന്നും അതിന് പറയും, അദവാത്തുൽ ജസ്മ എന്നും പറയും. യൽ ഹുറൂഫുൽ ലത്തി തസ്ബിഖുൽ ഫിഅൽ മുളാരിഅ, മുളാരിഅ ഫിഅലിന്റെ മുന്നിൽ വരുന്നതാണ്. തൻഖസിമു ഇലാ ഖിസ്മൈനി, രണ്ട് വിഭാഗവും. ഒന്ന് അൽ ഹുറൂഫുൽ ലത്തി തുസ്മു ഫിഅലൻ വാഹിദൻ, ഒരു ഫിഅലിനെ മാത്രം ജസ്മി ചെയ്യുന്ന, നേരത്തെ ഞാൻ പറഞ്ഞു. വേറൊരു വിഭാഗം ഹുറൂഫുൽ ലത്തി തുസ്മു ഫിഅലൈനി, രണ്ട് ഫിഅലുകൾക്ക് ജസ്മി ചെയ്യും. അമ്മൽ ഹുറൂഫുൽ ലത്തി തുസ്മു ഫിഅലൻ വാഹിദൻ ഫഹിയൽ ഹുറൂഫുൽ ആതിയ ലം, ഒരു ഫിഅലിന് മാത്രം ജസ്മി ചെയ്യുന്നത് ഒന്ന് ലമ്മാണ്. ഹിയ ഹർഫുൻ യുഫീദു നഫിൽ ഫിഅലിൽ മുളാരി ഫി സമനിൽ മാദി, മുളാരിഅ ഫിഅലിനെ നെഗേറ്റ് ചെയ്യുന്ന ഹർഫാണ് ലമ്മ. നെഗേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥം വരാൻ ഉപയോഗിക്കുന്നതാണ് ഈ ലമ്മ. അതും ഫി സമനിൽ മാദി, മാദിയായ സമനിൽ എന്ന് പറഞ്ഞാൽ, മാദിയായപ്പോ ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു. ഈ പ്രവർത്തിച്ചു എന്നതുള്ളത് മാദിയാണ്, പാസ്റ്റ് ടെൻസ് ആണ്. ഈ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം തന്നെയാണ് ഇവിടെ വരിക. സാധാരണ മുളാരിഅ ഫിഅലിന് പ്രസന്റ് ടെൻസിന്റെയോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിന്റെയോ അർത്ഥമാണ് വരിക. പക്ഷെ ഇവിടെ ഈ ലമ്മ് വന്നു കഴിഞ്ഞാൽ, ലമ്മ് ഒരു മുളാരിഅ ഫിഅലിൽ വന്നു കഴിഞ്ഞാൽ അതിന് മാദിയുടെ മാനയാണ് വരിക, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥമാണ് വരിക എന്നാ പറഞ്ഞത്.
അപ്പോ ലം യഫ് അൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മാഫാല എന്ന് പറയുന്ന അതേ ഒരു അർത്ഥമാണ് അതിന് കിട്ടുന്നത്. ലം യഫ് അൽ പ്രവർത്തിച്ചിട്ടില്ല. ഉദാഹരണം ലം യഹ്ലുറുൽ മുഅല്ലിമു ഫിൽ ഫസ്ലി. ലം യഹ്ലുറുൽ മുഅല്ലിമു, ലം യഹ്ലുർ, ഇവിടെ യഹ്ലുർ എന്നാണ്, റായിന് ഇവിടെ സുക്കൂനാണ്, കാരണം അപ്പോഴാണ് അത് ജസ്മാവുക. അൽ മുഅല്ലിമു ഫിൽ ഫസ്ലി, അധ്യാപകൻ ക്ലാസ്സിൽ വന്നിട്ടില്ല. അപ്പൊ വന്നിട്ടില്ല ഇതിവിടെ പിന്നെ ശരിക്കും മുദാരിയായ ഫിഅലിന് വരും അല്ലെങ്കിൽ വരുന്നു എന്നൊക്കെയാണ് അർത്ഥം വരിക. പക്ഷെ ലമ്മു വന്നതിനോടുകൂടി വന്നിട്ടില്ല എന്നുള്ള അർത്ഥം വന്നു. അപ്പൊ യഹ്ലുറു ഫിഅലും മുദാരിയും മജ്സൂമും ബിസ്സുക്കൂനാണ്. യഹ്ലുറു എന്നുള്ളത് ഫിഅല് മുദാരിയാണ്, മജ്സൂമും ബിസ്സുക്കൂന്, സുക്കൂന് കൊണ്ട് ജസ്മ് ചെയ്തതാണ്. ഇനി ലമ്മ വേറൊരു ഹർഫുൽ ജസ്മാണ്. ഹിയ ഹർഫുൻ യുഫീദു നഫിൽ ഫിഅലിൽ മുദാരി. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും യുഫീദ് നഫിൽ ഫിഅൽ മുദാരി എന്നുള്ളത് ഫി സമനിൽ മാദി, അതുവരെ ഓക്കെ, ഇതിന് ലമ്മും ലമ്മയും ഒന്നാണ്. ഒരു വേറൊരു കാര്യം, തർബിത്തുഹു ഇവിടെ അല്ല, ഇവിടെ തർബിത്തുഹു തുർബിത്തുഹു മാ സമനിൽ മുതകല്ലിമി, അതിനെ മുതകല്ലിമിന്റെ കാലമായിട്ട് ബന്ധിപ്പിക്കും. മുതകല്ലിം എന്ന് പറഞ്ഞാല് എന്താ, ഇപ്പോ ഉദാഹരണം നോക്കാം നമ്മള്. ഇസ്തമാഅത്തുല്ലാബു ഫിൽ ഖാഅത്തി, വിദ്യാർത്ഥികളൊക്കെ ഒരുമിച്ച് കൂടി, ഫിൽ ഖാഅത്തി ഹാളില് ഒരുമിച്ച് കൂടി. വലമ്മ യബ്ദഉൽ ഹഫ്ല്, ഇവിടെ വലമ്മ യബ്ദഉൽ ഹഫ്ല് എന്നാൽ ഹഫ്ല് തുടങ്ങിയിട്ടുമില്ല. അപ്പൊ ഇവിടെ ഒരു ആ പറയുന്ന അവസരത്തില് മാത്രമാണ് ലമ്മായിട്ട് ലം യബ്ദഉൽ ഹഫ്ൽ എന്ന് പറയുമ്പോ അത്രയും ഒരു പിന്നെ ഇത് താമസമില്ല, പക്ഷെ ചിലപ്പോ ഇപ്പോ വന്നേക്കാം എന്നുള്ള ഒരു മീനിങ് ആണ് വലമ്മ യബ്ദഉൽ ഹഫ്ൽ എന്ന് പറയുമ്പോ വരുന്നത്. അപ്പൊ ഒരു മുത്തകല്ലിമ്, ഒരു ആ സംസാരിക്കുന്ന ആ സമയത്തിന്റെ ഒരു 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 ഡിഫറൻസ് ഉണ്ടാവുള്ളൂ എന്ന്. യബ്ദഉ, അപ്പൊ യബ്ദഉ എന്നുള്ള ഫിഅൽ മുദാരിയാണ്, മജ്സൂമും ബിസ്സുക്കൂൻ. ഇവിടെ ലമ്മ യബ്ദഉ എന്നാണ്. ലമ്മ യബ്ദഉ അൽ ഫിഅൽ ഹഫ്ൽ, ലമ്മ യബ്ദഉ എന്താ. ഇനി അടുത്തത് ലാമുൽ അംറാണ്. ലാമുൽ അംർ എന്ന് പറഞ്ഞാൽ ലി എന്നാണ് അതിന് മുദാരിയായ ഫിഅലിന്റെ കൂടെ ചേരുമ്പോ ലി യഖറ ഹുറൂഫ് യദ്ഖുലു അലൽ ഫിഅൽ മുദാരി, മുദാരിയായ ഫിഅലിന്റെ മേലെ പ്രവേശിക്കും. വതുശീറു ഇല ത്വലബി, ഒരു ത്വലബിനെ സൂചിപ്പിക്കും. ത്വലബ് എന്ന് പറഞ്ഞ ഒരു അപേക്ഷ, ഒരു റിക്വസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. ഒരു അംർ, ഒരു കമാൻഡിങ്, റിക്വസ്റ്റ് രൂപേണുള്ള ഒരു കമാൻഡിങ്. മിസാൽ ലി യഖ്റഅൽ ഖുർആൻ ബിസൗത്തിൻ ഹസനിൻ. ലി യഖ്റഅ, ഇവിടെ ലി ആണ് ഹർഫുൽ ജസ്മ. ലി യഖ്റഅ ഫിഅൽ മുദാരിയാണ്. അപ്പോ ലി വന്നതിനോടുകൂടി യഖ്റഅ എന്നായി, അല്ലെങ്കിൽ യഖ്റഉ എന്നാണ്. അത് ലി വന്നപ്പോ ലി യഖ്റഅൽ ഖുർആൻ ബിസൗത്തിൻ ഹസനിൻ, അവൻ ഖുർആൻ ഓതട്ടെ. ബിസൗത്തിൻ ഹസനിൻ, നല്ല ശബ്ദത്തില്, മധുരമായ ശബ്ദത്തിൽ അവൻ ഖുർആൻ ഓതട്ടെ എന്നാണ് അതിന്റെ അർത്ഥം.
അപ്പൊ ലി അത്രന്റെ അതിന്റെ ആ മീനിങ് മനസ്സിലായാലോ. അപ്പൊ എത്ര ഫിയൽ മുതാരി മജ്മൂമും സുക്കൂന്, ഇതൊക്കെ സുക്കൂന് കൊണ്ട് ജസ്മ ചെയ്യുന്ന. ഇനി ലാ അന്നാഹിയ, ലാ ഇപ്പൊ ഇത് ഇവിടെ ലാമും അരിഫും കൂടിയതാണ് ലാ, അത് ശ്രദ്ധിക്കണം. ഇവിടെ ലാമ് മാത്രാണ്, ഇവിടെ ലാമും അലിഫും കൂടിയാണ് ലാ അന്നാഹിയ. നാഹിയ എന്ന് പറഞ്ഞാൽ നിരോധനാജ്ഞ, നിരോധിക്കാൻ. ഇവിടെ കൽപ്പിക്കാനാണെങ്കിൽ ഇവിടെ നിരോധിക്കാനുള്ള അക്ഷരാണ് ലാ. ഹിയ ഹർഫുൻ യദ്ഖുലു അലൽ ഫിഅലിൽ മുദാരി ഫി ഹാലത്തിൻ നഹി. അവസരത്തിൽ, നിരോധിക്കാനുള്ള ഒരു അവസരത്തിൽ ഉപയോഗിക്കുന്നതാണ് ലാ. മുദാരിയ ഫിഅലിന്റെ മേലെ ഉപയോഗിക്കുന്നത് ലാ. ഉദാഹരണം ലാ തഹ്മൽ വാജിബാതിക തിജാഹ വാലിദൈക. ലാ തഹ്മൽ, നീ നെഗ്ലക്ട്, നീ മുടക്കം വരുത്തരുത്. ലാ തഹ്മൽ വാജിബാതിക, നിന്റെ കടമകളെ, തിജാഹ വാലിദൈക, നിന്റെ രക്ഷിതാക്കളോടുള്ള നിന്റെ കടമകളെ നീ മുടക്കം വരുത്തരുത്, അത് നെഗ്ലക്ട് ചെയ്യരുത്, അതിന് അലംഭാവം കാണിക്കരുത് എന്നാണ് ലാ തഹ്മൽ വാജിബാതിക തിജാഹ വാലിദൈക എന്ന് പറയുമ്പോ. അപ്പൊ അവിടെ ലാ തഹ്മൽ, അതാണ് നമ്മുടെ വിഷയം. ലാ തഹ്മൽ, നീ മുടക്കം കാണിക്കരുത്, മുടക്കരുത്, നീ അലംഭാവം കാണിക്കരുത്. അപ്പൊ അത് മനസ്സിലായിണ്ടാവുമല്ലോ. ലാ തഹ്മൽ, ലാ വന്നപ്പോ തഹ്മൽ ഇവിടെ ജസ്മായി. തഹ്മൽ ഫിഅൽ മുദാരി മജ്സൂമുൻ ബിസുക്കൂന്, അപ്പൊ അതൊക്കെ സുക്കൂന് കൊണ്ടാണ് ജസ്മിയത്. അപ്പൊ അമ്മൽ അദവാത്തുല്ലത്തി തുജ്സമു ഫിഅലൈനി, ഇനി രണ്ട് ഫിഅലുകൾക്ക് ജസ്മ ചെയ്യുന്ന അക്ഷരങ്ങളെ പറ്റിയാണ്. വഹിയ ഇൻ മൻ മാ മഹ്മാ മത്ത ഐന ഹൈസുമ. ഇതിന്റെ ഒക്കെ അർത്ഥങ്ങളും വ്യത്യാസമാണ്, നോക്കാം. ഫി ഹാദൽ ഖിസ്മി തകൂനുൽ ജംലത്തു ശർത്തിയ. ഈ ജുംലയില്, ഈ ഖിസ്മി, ഈ വിഭാഗത്തില് ഈ ജുംല, ഈ സെന്റൻസ് ഷർത്തിയായിരിക്കും. ഷർത്തിയ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈഫ്. ഇംഗ്ലീഷിൽ ഈഫ് ഉപയോഗിച്ച് അറിയുന്നവർക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. if you give me 1000 rupees, നീ എനിക്ക് ഒരു 1000 രൂപ തരികയാണെങ്കിൽ I will give you whatever it is, ഞാൻ എനിക്ക് തരാം. അപ്പോ ഇവിടെ ഒരു കണ്ടീഷനാണ്. അവിടെ 1000 rupees തരിക എന്നുള്ള ഒരു കണ്ടീഷനാണ് ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്ന ഇത് എന്താണെങ്കിലും, അല്ലെങ്കിൽ സാധനം പകരമായിട്ട് കൊടുക്കുകയാണെങ്കിലും. അപ്പൊ ഈ 1000 രൂപ കിട്ടിയാലേ കൊടുക്കുള്ളൂ. അപ്പൊ ഇതൊരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ. അതാണ് ഷർത്തിയ. അപ്പൊ തതക്കവന അദാത്തി ഷർത്തി വ ഫിഅലിഹി വ ജവാബി. അത് ഷർത്ത്, അതിന്റെ ഫിഅല്, അതിന്റെ ജവാബ്, ഇതെല്ലാം കൂടിയാണ് അത് ആ സെന്റൻസ് ഉണ്ടാവുക. جميع الأدوات المستخدمة في هذا القسم تعتبر أسماء أداء. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഈ ഹർഫുകളൊക്കെ ഇന്ന് അല്ലാത്ത ഈ ഹർഫുകളൊക്കെ, ഹർഫ് എന്നാണ് ഇവിടെ പറയുന്നതെങ്കിലും ഇതൊക്കെ തൊഴുത്തബറു ഇസ്മായിട്ടാണ് പരിഗണിക്കുക. മൻ മാ മഹ്മാ മത്ത ഐന ഹൈസുമ എന്നതൊക്കെ ഇസ്മുകളായിട്ടാണ് പരിഗണിക്കുന്നതെന്നാണ്. ഇന്ന് അദാ എന്ന് പറഞ്ഞാൽ ഇൻ ഒഴികെ. ഇവിടെ അതൊക്കെ ഇവിടെ എക്സെപ്റ്റ്, ഒഴികെ എന്നുള്ള അർത്ഥമാണ്. അദാ ഇൻ ഒഴികെ. തൊഴുത്തബറു അസ്മാ ആയിട്ട് പരിഗണിക്കും എല്ലാ അദവാത്തിനും. അദാ ഇൻ ഒഴികെ എന്നുള്ള അർത്ഥമാണ്. മിസാല് ഇൻ താമൽ തക്സിബ്, നീ പ്രവർത്തിക്കുകയാണെങ്കിൽ തക്സിബ്, നീ സമ്പാദിക്കും. അപ്പൊ ഇൻ വന്നപ്പോ താമൽ ഒരു ഫിയല്, തക്സിബ് വേറൊരു ഫിയല്, രണ്ട് ഫിയലിനെ ജസ്മ ചെയ്യും. ഇൻ ഹർഫ് ഷർത്തിൻ ജാസിമിൻ, ഇന്ന് ഹർഫ് ഷർത്താണ്, ജാസിമാണ്, ജസ്മ ചെയ്യുന്ന ഹർഫാണ്. താമല് ഫിയല് ഷർത്തി ഫിയലാണ് താമൽ. ഇതാണ് താമൽ.
മജ്സൂമുൻ ബിസ്സുകൂൻ വൽ ഫായിലു ദമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. ഇവിടെ തഅമൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മുസ്തതിറായ ദമീറുണ്ട്. നീ പ്രവർത്തിച്ചാൽ, ഇൻ തഅമൽ നീ പ്രവർത്തിച്ചാൽ, തക്സിബ് ജവാബ് ഷർത്തി മജ്സൂമുൻ ബിസ്സുകൂൻ നീ സമ്പാദിക്കും. ഇവിടെയും ഒരു മുസ്തതിറായ ദമീറുണ്ട്, അതും അൻത തന്നെയാണ്. ഇനി അലാമാത്തു ജസ്മിൽ മുദാരി, മുദാരിയായ ഫിഅലുകൾക്ക് ജസ്മി ചെയ്യുന്നതിന്റെ അലാമാത്തുകൾ. അലാമാത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് മുദാരിയായ ഫിഅലിന് ജസ്മി ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞു. സുക്കൂന് കൊണ്ട് ജസ്മി എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി വേറെ നിലയ്ക്ക് ജസ്മി ചെയ്യും. സുക്കൂന് നമ്മൾ കാണില്ല. ഹർഫുൽ ഇല്ലത്തി, എല്ലത്തിന്റെ ഹർഫിനെ കളയാം. എന്താണ് എല്ലത്തിന്റെ ഹർഫ്? എല്ലത്തിന്റെ ഹർഫ് എന്ന് പറഞ്ഞാല് വാവ്, യാ, അലിഫ്. അലിഫ്, വാവ്, യാ, ഈ മൂന്ന് ഹർഫുകള് എല്ലത്തിന്റെ ഹർഫുകളാണ്. ഇല്ലത്തിന്റെ ഹർഫുകള് ഒരു ഫിഅലില് വന്നാൽ അതിന്റെ സർഫിലും വ്യത്യാസം വരുന്നുണ്ട്, അതിന്റെ ശരിയായിട്ടുള്ള രൂപത്തിലൊക്കെ വ്യത്യാസം വരും. അപ്പൊ ഇവിടെ ആഖിറില്, അതായത് ലാമുൽ ഫിഅല് ഫഅല എന്ന് പറയുമ്പോ ഫാഉൽ ഫിഅല്, ഐൻ ഫിഅല്, ലാമുൽ ഫിഅല്. ഈ ലാമുൽ ഫിഅല് എന്ന് പറഞ്ഞാല് ഒരു ഫിഅലിന്റെ അവസാനത്തിൽ വരുന്ന അക്ഷരത്തിനാണ് ലാമുൽ ഫിഅല് എന്ന് പറഞ്ഞത്. അത് മുഅത്തല്ലായാൽ, അത് ഈ പറയപ്പെടുന്ന അലിഫോ അല്ലെങ്കിൽ വാവോ യാവോ ആയാൽ എന്താണ് അവിടെ ഉണ്ടാവുക? അതിനാണ്ട് കളയാം. അങ്ങനെയാണ് ജസ്മി ചെയ്യുന്നത്. ഇതാക്കാൻ നാട്ടിസൻ, ഇതാക്കാൻ ലാമുൽ ഫിഅല് മുഅത്തല്ല, ലാമുൽ ഫിഅല് മുഅത്തല്ലായാൽ, ഉദാഹരണത്തിന് ലാ തെർമിൽ ബരി ബിത്തുഹ്മത്തി, ലാ തെർമിൽ ബരി ബിത്തുഹ്മത്തി. ഇവിടെ ലാ തെർമി ശരിയായിട്ടുള്ള മുദാരിഅ ഫിഅല് തെർമി എന്നാണ്, റമാ യർമി എന്നാണ്. ഇവിടെ ഒരു യാ ഉണ്ട്. അപ്പോ ഇവിടെ ജസ്മി ചെയ്യുമ്പോ ലാ തെർമി, ലാ തെർമി എന്ന് പറയില്ല. ലാ തെർമിൽ ബരി ബരി നിരപരാധിയെ നീ എറിയരുത് ബിത്തുഹ്മത്തി, തെറ്റിദ്ധാരണ കൊണ്ട് എന്ന് പറഞ്ഞാല് അവന് നിരപരാധിയെ നീ തെറ്റിദ്ധരിക്കരുത് എന്നുള്ള മീനിങ് ആണ്. അപ്പൊ തെർമി എന്നുള്ള ഫിഅൽ മുദാരിഅണ്. മജ്സൂമുൻ അലാമത്തു ജസ്മിഹി ഹർഫ് ഹർഫിൽ ഇല്ലത്തി, യായിനെ കളയാണ് അവിടെ ജസ്മ. അങ്ങനെയാണ് അവിടെ ജസ്മി ചെയ്യുക. പിന്നെ ഹർഫുൻ നൂന്, നീ നൂനിനെ കളയാം. തുഹദഫു നൂനു മിൻ ആഖിറിൽ ഫിഅലിൽ മുദാരി ഇദാ കാന മിൻ അഹദിൽ അഫ്ആലിൽ ഖംസ. അഫ്ആലുൽ ഖംസയിൽ പെട്ട ഏതെങ്കിലും ഒരു ഫിഅലിന്റെ മുന്നിലാണ് ഈ ലമ്മും ഈ ഹുറൂഫുൻ ജസ്മു വന്നെങ്കിൽ ആ നൂനിനെ കണ്ട് കളയാം. ഏതൊക്കെയാണ് അഫ്ആലുൽ ഖംസ? യഫ്അലാനി, തഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന. ഇങ്ങനെ 5 ഫിഅലുകളാണ് അഫ്ആലുൽ ഖംസ. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നേരത്തെ യൂണിറ്റുകളിൽ പഠിച്ചതാണ്. എന്റെ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അതിൽ പഠിച്ചതാണ് അഫ്ആലുൽ ഖംസ. അപ്പൊ യഫ്അലാനി, തഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന, ഇങ്ങനെ 5 ഫിഅലുകളാണ് അഫ്ആലുൽ ഖംസ. അപ്പൊ ഈ അഫ്ആലുൽ ഖംസയിൽ പെട്ട ഫിഅലുകളുടെ മുന്നിലാണ് ഹുറൂഫുൽ ജസ്മ വന്നതെങ്കിൽ ആ നൂനിനെ കണ്ട് കളയും. ഉദാഹരണത്തിന് അൽ അബ്താലു ലം യഫിറൂ മിൻ സാഹത്തിൽ മഅരിക. അൽ അബ്താലു ധീരന്മാര്, ലം യഫിറൂ അവർ ഓടിയിട്ടില്ല, മിൻ സാഹത്തിൽ മഅരിക യുദ്ധമുഖത്ത് നിന്ന് അവർ ഓടിപ്പോയിട്ടില്ല. അപ്പോ ഇവിടെ യഫിറൂന എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. യഫ്അലൂന, യഫിറൂന എന്നാണ്. ഫറ യഫിറു ആണ് ഫിഅല്. ഫറ യഫിറു, ഫറ അസ്ല് ഫററ എന്നാണ്. പക്ഷെ അത് ഇദ്ഗാം ചെയ്തിട്ടാണ് വരിക. ഫറ യഫിറു. അപ്പൊ ലം യഫിറു,
അവിടെ നൂനെ കളഞ്ഞു. ലം യഫിറൂ. മനസ്സിലായില്ലേ? മിൻസാഹത്തിൽ മാരിക്ക. وعلامة جزمها اسم حذف نون من آخره. അപ്പോ ഇതൊക്കെയാണ്. അപ്പോ സുക്കൂന് കൊണ്ട് ജസ്മിയ, ഇല്ലത്ത് ഹർഫ് ഇല്ലത്തിനെ കളയ, നൂനിനെ കളയ, അങ്ങനെ 3 വിഭാഗത്തിൽ ജസ്മി എന്ന് പറഞ്ഞു. ഇനി തദ്രീബാത്താണ്, എക്സസൈസ്. اكتشف من الجملة التي حروف الجزم مع ذكر التغيرات التي وردت بسببها في الفعل المضارع. എന്താണ് ആദ്യ ഹറൂഫിൽ ഇല്ലത്തി? ഈ താഴെ പറയുന്ന സെന്റൻസുകളിൽ നിന്ന് ഹറൂഫുൽ ജസ്മിനെ കണ്ടുപിടിക്കാം. മാതിക്കരി തയ്യുറാത്തിലെത്തി വറത്ത് ബിസബിക, ആ ഹറൂഫുൽ ജസ്മ് കാരണമായിട്ട് ഫിഅലുൽ മുളാരിയിൽ വന്ന മാറ്റം പറയണം. ലിമാദ ലം തത്തസിൽ ബി. ഇവിടെ ലിമാദ ലം തത്തസിൽ ബി, നീ എന്താ എന്നെ കോണ്ടാക്ട് ചെയ്തില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ലിമാദ ലം തത്തസിൽ ബി, എന്നെ നീ കോണ്ടാക്ട് ചെയ്തില്ല. എന്തുകൊണ്ട് കോണ്ടാക്ട് ചെയ്തില്ല? ലിമാദ എന്ന് പറഞ്ഞാൽ വൈ എന്നുള്ള അർത്ഥമാണ് ലിമാദ. ലം തത്തസിൽ ബി, എന്നെ യു ഡിഡിൻ കോണ്ടാക്ട് മീ. വൈ ഡിഡ്ന്റ് യു കോണ്ടാക്ട് മീ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ ലമ്മാണ് ഹുറൂഫുൽ ജസ്മ്. തത്തസിലു ഫിഅൽ മുളാരി മജ്സൂമുൻ ബിസ്സുക്കൂനാണ്. അതാണ്. അപ്പൊ ഈ തത്തസിലു എന്നതിനെ ജസ്മ് ചെയ്തു. പിന്നെ ലാ തംശു ഫിസ്സാരി ബിലാ ഹദഫിൻ. ലാ തംശു ഫിസ്സാരി, നിങ്ങൾ നടക്കരുത്. ഫിസ്സാരി, റോട്ടില്. ബിലാ ഹദഫിൻ, ഒരു ലക്ഷ്യമില്ലാതെ. അപ്പൊ ഒരു ലക്ഷ്യമില്ലാതെ, ബിലാ ഹദഫിൻ, ഒരു വിതൗട്ട് എനി ഗോൾ. ഡോണ്ട് വാക്ക് ഓൺ ദ സ്ട്രീറ്റ് വിതൗട്ട് എനി ഗോൾ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ലാ തംശു, ഇവിടെ തംശുവിനെയാണ്, അവിടെ നൂനെ കളഞ്ഞു, ലാ തംശു ആയി. അങ്ങനെ ഹാന വഖ്തു ഖിതാമിൽ ഇഹ്തിഫാലി ലമ്മാറായി. പക്ഷെ അവരുടെ പേരുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള അർത്ഥം. ഇവിടെ ലമ്മ യുഅ്ലിനൂന എന്നാണ്. യുഅ്ലിനൂന, അയലന യുഅ്ലിനു ആണ്. അപ്പൊ യുഅ്ലിനൂന എന്നാണ്, ആ നൂനെ കളഞ്ഞു. لا تتجاوز السرعة المحددة على الطريق. لا تتجاوز، لا ആണ് ഹുറൂഫ് ജസ്മ്. തതജാവസു ആണ് ഫിഅൽ മുളാരി. അവിടെ അതിന് ജസ്മ് ചെയ്ത് അസ്സുറാത്തുൽ മുഹദ്ദിദ, ലിമിറ്റ്, സ്പീഡ് ലിമിറ്റ്. അസ്സുറാത്തുൽ മുഹദ്ദിദ, സ്പീഡ് ലിമിറ്റ്. അല ത്വരീഖി, റോട്ടിൽ. അതായത് ഡോണ്ട് ക്രോസ് സ്പീഡ് ലിമിറ്റ്. ലാ തതജാവസ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ക്രോസ് അസ്വാത്തുൽ മുഹദ്ദിദ, സ്പീഡ് ലിമിറ്റ് അല ത്വരീഖി, റോഡില്. അപ്പൊ ഡോണ്ട് ക്രോസ് ദ സ്പീഡ് ലിമിറ്റ് ഓൺ ദ റോഡ്. അത് അപ്പൊ ലാ ആണ് ഹുറൂഫ് ജസ്മ്. ലിയൻസുറിൽ മർഉ അഖാഹു. ലിയൻസുർ, ഇവിടെ ലാമുൽ അംറാണ്. ലിയൻസുറിൽ മർഉ, ഒരു മനുഷ്യൻ സഹായിക്കട്ടെ, അഹാഹു, അവന്റെ സഹോദരനെ. പിന്നെ ഇൻ തസ്തഹിൻ ബി അഹമ്മിയത്തി ദിറാസത്തി തഫ്സൽ ഫിൽ ഇംതിഹാനാത്തി. ഇൻ തസ്തഹിൻ, ഇൻ തസ്തഹിൻ എന്ന് പറഞ്ഞാല് നീ ഉഴപ്പിയാല്, ബി അഹമ്മിയത്തി ദിറാസത്തി, പഠിപ്പിന്റെ കാര്യത്തില്, തഫ്സൽ ഫിൽ ഇംതിഹാനാത്തി, നീ പരീക്ഷകളില് തോൽക്കും ആണ്. ഇൻ തസ്തഹിൻ, രണ്ട് ഫിഅലുകൾക്ക് ഇവിടെ ജസ്മ് ചെയ്ത്. ഇൻ തസ്തഹിൻ, തഫ്സൽ, ഈ രണ്ടാണ് ഫിഅൽ മുളാരി, രണ്ടാണ്. അപ്പോ ഇത് ഈ രണ്ട് ഫിഅലുകൾക്ക് ഇവിടെ ജസ്മ് ചെയ്തു. അപ്പോ ഇത്രയാണ് ഇന്നത്തെ